അപ്പോൾ ഹലോ കൂട്ടുകാരെ, സാത്വിക് കാറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അവൽ മിക്സ്ചറാണ്. പിള്ളേർക്ക് കാലത്ത് 10 മണിക്ക് ഇൻ്റർവെല്ലിന് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് കാലത്ത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി വേണ്ടത് ഒരു കപ്പ് കപ്പലണ്ടി, 12 വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക് 3 വേപ്പില. തേങ്ങാക്കൊത്ത് ആവശ്യം പോലെ ഇടാം കേട്ടോ. ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ അവൽ. ഇനി വെളുത്തുള്ളി അമ്മ ഇടിച്ച് എണ്ണയിലോട്ട്, ഓയിലിലോട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോട്ട് വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൊരിയണം. അത് ഞാൻ ചതച്ച് ചേർക്കണം. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചുമന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ തേങ്ങക്കൊത്ത് എടുത്ത അളവിന് തന്നെ ആ കപ്പിൽ അര കപ്പ് നമ്മൾ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതവിടെ വെക്കാം. അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങക്കൊത്ത് ചുമന്ന് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ നമ്മൾ പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സാധനങ്ങളൊക്കെ ചുമക്കണം എന്ന് പറയുന്നത് നന്നായിട്ട് മൊരിയണം. നമ്മൾ പച്ച സാധനങ്ങളെല്ലാം ചേർക്കണം, നന്നായിട്ട് മൊരിയണം. അല്ലെങ്കിൽ നമ്മുടെ അവൽ മിക്സ്ചർ നമ്മൾ തണുത്ത് പോകും. അതിന് വേണ്ടിയാണ് ഈ മൊരിയണം എന്ന് പറയുന്നത്. വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. വെളുത്തുള്ളി നന്നായിട്ട് ചുമന്ന് കിട്ടണം. കണ്ട, വെളുത്തുള്ളി നന്നായിട്ട് മൊരിയണം. അപ്പോൾ പിള്ളേർക്ക് 10 മണി പലഹാരത്തിന് ഇത് കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി കപ്പലണ്ടി ഇട്ട് കൊടുത്ത്, കപ്പലണ്ടി അറിയാമല്ലോ കൺസിസ്റ്റൻസി, ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കണേന് വീട്ടിൽ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇത് ഉണ്ടാക്കും, പിള്ളേർക്ക് കൊടുത്തു വിടും. അപ്പോൾ അത് നമ്മൾ കപ്പലണ്ടി ഒന്ന് ചൂടായി വന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ പൊട്ടുകടല ഇട്ട് കൊടുക്കും. പൊട്ടുകടല ചുമന്ന് വരുമ്പോഴേക്കും കപ്പലണ്ടി പൊട്ടിക്കഴിയും, എല്ലാം ആയി വരും. പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിന് ഇഷ്ടമുള്ള പോലെ മുളക് പൊടി ഇത് മതി. ഇതിൽ കൂടുതൽ ചേർക്കണം. പിള്ളേർക്ക് അത് മതിയേ, പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അര ടീസ്പൂണ് LG കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ, അര ടീസ്പൂൺ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണിന് താഴെ 1/4 ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിന്ന് പിടിക്കണം ഇതിന്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ പൊട്ടുകടലക്കും എല്ലാ സാധനങ്ങൾക്കും ഉപ്പ് പിടിക്കണം. കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാനിത് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ. നമ്മൾ ഇനി അത് ലോ മീഡിയം ഹീറ്റിൽ ഏറ്റവും കുറച്ച് ഇനി ഗ്യാസ് വെക്കാവൂ. കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ തുടങ്ങി ഗ്യാസ് തുറക്കണം. ഇനി കുറേശ്ശെ അവൽ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഹീറ്റിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. സംഭവം റെഡിയായി. ഒരു 2-3 മിനിറ്റ് ഇത് ഇങ്ങനെ ശരിക്കും ലോ മീഡിയം ഹീറ്റിൽ. നമ്മൾ അവൽ മഴയല്ലേ, മഴക്കാലമല്ലേ, അപ്പോൾ തണുത്തിരിക്കുകയായിരിക്കും. നല്ല ചൂടുകാലമാണെങ്കിൽ അവൽ നമ്മൾ നന്നായിട്ട് ചൂട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്രിസ്പി ആയിട്ട് എപ്പോഴും ഇരുന്നോളും. എന്നിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ ചായക്ക് വൈകുന്നേരം കഴിക്കുകയും ചെയ്യാം, പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി സാധനമാണ്. നമുക്ക് കായപ്പൊടി എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് കുറച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആവശ്യം വരില്ല, അതും മതിയാവും. ഈ കണക്കിന് ഉപ്പ് കറക്റ്റാണ്. കായപ്പൊടി പിന്നെ എരിവിന് മുളക് പൊടി വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിൽ. സൂപ്പർ സംഭവമാണ്. അപ്പോൾ പറഞ്ഞോണം. ഇതാണ് നമ്മൾ പവിഴത്തിൻ്റെ ഫ്ലേക്സാണ് നമ്മൾ ഉപയോഗിക്കാറ്. കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓടിപ്പോയി അടുത്ത കടയിൽ നിന്ന് നൈലോൺ കട്ടി കുറഞ്ഞ ഫ്ലേക്സാണ് മേടിച്ചത്. ശരിക്കും അങ്ങ് ഉപയോഗിക്കണ പവിഴത്തിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി, അവൽ മിക്സ്ചർ റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വീട്ടിൽ ട്രൈ